അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ പാരൻസ് ഏറ്റവും വലിയ ഒരു മണ്ടത്തരം മീൻസ് നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ മക്കളിൽ നമ്മൾ ചെയ്യും. നമ്മൾ ആ സമയം കുട്ടികൾ പറയുന്ന ആ സമയം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മളത് കുട്ടികളോട് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗൈസ്. എനിക്ക് വന്നിട്ടുണ്ടായ ഒരു അബദ്ധം മീൻസ് അബദ്ധമല്ല, എനിക്ക് പറയുമ്പോൾ അത് വിഷമം ഉണ്ടാകലുണ്ട്. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുമോന് സ്കൂൾ വെക്കേഷൻ തുടങ്ങിയപ്പോൾ അതിന് മുന്നേ എപ്പോഴും അതിൽ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ക്ലോസ് ആയിട്ട് ഭയങ്കര ക്ലോസ് മോന് അബ്ബാനോടാണ്. അപ്പം മീൻസ് ആൾക്ക് തിരിച്ചെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് അപ്പം നമ്മൾ ആ സ്നേഹം ഉണ്ടെങ്കിലല്ലേ നമ്മൾ പ്രകടിപ്പിക്കുക. അപ്പം മോന് പാതിരാക്കൊക്കെ ഇങ്ങനെ അപ്പ വീട്ടിൽ പോകണം അമ്മ, അപ്പാനെ വേണം ഒക്കെ അതേ മുന്നേ എപ്പോഴും ഒക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നും ഞാൻ പറയും ഓക്കെ നാളെ പോവാം, നമുക്ക് പോവാം. ആ ഒരു മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഞാനൊരു സമാധാനം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ പറയൽ നമുക്ക് നാളെ പോവാം, നമുക്ക് പോകാം, വണ്ടിയൊക്കെ ശരിയാക്കേണ്ടത് നമുക്ക് പോവാം, കുറച്ച് ലോങ്ങാണ്, പാനൂർ എത്തണം, കുറച്ച് ദൂരം ഓടാനുണ്ട്. അപ്പം ഞാൻ പറയും പോവാം നമുക്ക് എന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ സമാധാനപ്പെടുത്തിയിട്ട് അത്യാവശ്യം ഞാൻ ആ വിഷയം മാറ്റി. അങ്ങനെയാണ് പിന്നെ പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കൽ തുടങ്ങി. അപ്പോൾ ജാസ്തിയായി, ആൾക്ക് പോകണം തന്നെയായി. അപ്പം ഞാൻ ആളെ പറ്റിക്കുന്നതായിട്ട് ആൾക്ക് ശരിക്കും അത് 4 വയസ്സേ ആയിട്ടുള്ളൂ എങ്കിലും മോന് മനസ്സിലായി തുടങ്ങി എന്നർത്ഥം. അപ്പോൾ മോൻ എന്നോട് പറഞ്ഞു എന്നെ പറ്റിക്കണ്ട, എനിക്ക് സങ്കടം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മോന് ശരിക്കും കരഞ്ഞു. അന്ന് എനിക്ക് നല്ല ഫീലായി ഗൈസ്. എനിക്ക് നിൽക്കാൻ പറ്റാത്ത ടെൻഷനായി. എൻ്റെ മോൻ ഞാൻ പറയുന്ന കള്ളത്രാണം പറ്റിക്കുന്ന എന്നെ പറ്റിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതവന് മനസ്സിലായിട്ട് അവൻ എന്നോട് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ആ 4 വയസ്സുകാരൻ്റെ മുന്നിൽ ഞാൻ ഒന്നുമില്ലാണ്ടായി. ശരിക്കും നമ്മൾ ആ ഒരു കാര്യം ഇനി ആരും ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെ കുട്ടീനോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അത് നുണയാണ് അല്ല എന്നെ പറ്റിക്കുന്നതെന്ന് തോന്നിയിട്ട് നമ്മളെ വഴി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വഴി കറക്റ്റായിരുന്നെങ്കിൽ മക്കൾ നല്ല രീതിയിൽ വളരുള്ളൂ. അപ്പം ഞാനിത് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മോൻ അത് കണ്ടിട്ടാണ് വളരുക. അപ്പം മോൻ എന്ത് വന്നാലും എന്തെങ്കിലും ഞാൻ വഴി ചീത്തയാവുക, ഞാൻ വഴി വേറെ പറ്റിക്കുന്ന ഒരു കോലത്തിൽ മോനായി വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഞാൻ ആ ഒരു സന്തോഷം വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാമെന്ന് വീണ്ടും പറഞ്ഞു ഗൈസ്. എൻ്റെ മണ്ടത്തരം, ഞാൻ പോവാൻ എനിക്ക് എങ്ങനെ പറ്റാനാ, ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എണീച്ച് മോൻ ചിരിച്ചു ഭയങ്കര സന്തോഷത്തിൽ. ആ ഒരു സമയം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ സന്തോഷം ഇല്ലാണ്ടാക്കാൻ തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ മോളെയും കൂട്ടി ഞാൻ പാനൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ബസ്സിലോട്ടേക്ക് പോയി. വണ്ടി പോകുമെന്ന് വിചാരിച്ചാൽ നല്ലോണം ഓടാനുണ്ട്, പൈസ നന്നായിട്ട് പോകും. ആ പൈസ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നേ എനിക്ക് എന്ത് ചെയ്യുമ്പോഴും എക്സ്ട്രാ പൈസ വരും. അങ്ങനെ ചിലവാകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് ഗൈസ്. എനിക്ക് എൻ്റെ 2 കുട്ടികൾക്കും എന്ത് വാങ്ങിച്ചു കൊടുത്താലും എനിക്ക് ഒരു സമാധാനം കിട്ടലില്ല. ഭയങ്കര സന്തോഷത്തിലാണ് വരുമ്പോൾ എന്തൊക്കെയോ പറയേണ്ട, ഐസാക്ക് ചോക്ലേറ്റ് കൊണ്ടുവരും അങ്ങനെയൊക്കെ പറയേണ്ട ഭയങ്കര സന്തോഷം. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ടയേർഡായി തിരിച്ച് രാത്രിയാകുമ്പോഴത്തേക്ക് ആൾ വീട്ടിലെത്തി. അതാണ് അതിനേക്കാളും വലിയ സന്തോഷം. കാരണം വെച്ചാൽ എനിക്ക് മോനെ ഞാൻ കൊണ്ടാക്കി അങ്ങനെയൊക്കെ ആക്കി രാത്രി ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുക ഞാൻ തന്നെയാണോ ഇത് ചെയ്തത്, ഞാൻ എന്തിനാ പഠിച്ചോണം, എങ്ങനെ ഞാൻ പോയി, ഞാൻ എങ്ങനെയാണ് വീട്ടിലെത്തിയത്. ഞാൻ പറയുമല്ലോ എന്നെ പോലെ കുറേ ആൾക്കാരുണ്ടാവും ഈ മക്കളെ പറ്റിക്കരുത്. ഒന്നിക്കലും ഹസ്ബൻഡ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വൈഫ് മനസ്സിലാക്കുക, 2 ആളും ചേർന്ന്. അപ്പോൾ ഗായ്സ് ഏറ്റവും നല്ലത് കളവ് പറയാണ്ട് നല്ല രീതിയിൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. പറ്റിച്ച രീതിയിൽ കുട്ടികളെ പറഞ്ഞ് പറ്റിച്ച രീതിയിൽ കൊണ്ടുപോയി ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ ശ്രമിച്ചാൽ നമ്മളെ മക്കൾ നമ്മളെ പിടിക്കും, നമുക്ക് വിഷമവും. അപ്പോൾ നമ്മൾ അതിന് പോകേണ്ടത്. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ബൈ. ഓക്കെ.